ഇന്നൊരു സാരി ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ്. നമ്മൾ ഇതിപ്പോൾ ലൈനിങ് ആട്ടോ കേട്ടോ, ലൈനിങ്ങിലാണ് ആദ്യം മുറിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാക്കി മടക്കിയിട്ടു. നമ്മൾ ഈ ഫോൾഡായിട്ടുള്ള വശത്തു നിന്നാണ് നമ്മൾ ബാക്ക് വെട്ടുന്നത്. ആദ്യം ബാക്കാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റർ ഭാഗത്തേക്കാണ് നമ്മൾ നെക്ക് വെട്ടുന്നത്. ഇതിപ്പം വണ്ണം 38 ഇഞ്ച്, വേസ്റ്റ് വണ്ണം 36 ഇഞ്ചും ഉള്ള ആളുടെയാണ്. അതിന് ഇറക്കം 15 വേണ്ടത്. അപ്പോൾ ഞാൻ 15, ഇവിടുന്ന് 15.25 എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഞാൻ ഇച്ചിരി ഷോൾഡർ കുറവുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വരെ 5 ഇഞ്ച് ഷോൾഡറേ എടുത്തിട്ടുള്ളൂ. കഴുത്തിൻ്റെ ഇറക്കം 8 ഇഞ്ചാണ്. അപ്പോൾ ഒരു 8.5 എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവിൽ ഞാൻ ആദ്യം തയ്ച്ചു കൊടുത്തായിരുന്നു, അത് കറക്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ കഴുത്തകലം ഞാൻ 1.5 എടുത്തിരിക്കുന്നത്. ഷോൾഡറിൻ്റെ ഇവിടെ നമ്മളൊരു 4 ഇഞ്ച് ചെരിച്ച് വെട്ടുന്നുണ്ട്. കൈക്കുഴി ഇവിടുന്ന് 5.5 എടുത്തിരിക്കുന്നത്. വണ്ണം നമ്മൾ 38ൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസ് കൂട്ടി 4-1 കണ്ട ശേഷം തയ്യൽ തുമ്പ് കൂടി കൂട്ടിയാണ് ഇവിടേക്ക് വണ്ണം എടുത്തിരിക്കുന്നത്. അപ്പം ഷോൾഡറിൽ നിന്ന് ഇവിടുന്ന് നമ്മളിങ്ങോട്ട് കൈക്കുഴി ഷേപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ അകലെ ഒരു 1.5 വന്നിരിക്കുന്നത്. അടിവണ്ണം നമ്മൾ 36, അതിൻ്റെ 4-1 കണ്ടിട്ട് തയ്യൽ തുമ്പും കൂടി കൂട്ടിയാൽ മതി. ബാക്ക് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിവിടെ കഴുത്തകലം 1.5 എടുത്തപ്പോൾ ഇവിടെ താഴെ നമ്മൾ 2 ഇഞ്ചാണ് എടുത്തത്. എന്നിട്ടാണ് നമ്മളിങ്ങോട്ട് ഷേപ്പ് ചെയ്തത്. ഇനി ഇത് വെച്ച് നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടാം. ഫ്രണ്ട് പീസ് വെട്ടാനായിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ഇങ്ങനെ നേരെ തന്നെ ഇട്ടാൽ മതി. ഇങ്ങനെ ഇട്ടാൽ മതി. ഫ്രണ്ട് ക്രോസ് പീസായിട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ നെക്കിൻ്റെ വശം ഈ സൈഡിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചെരിച്ച് വെക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് തുണി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതുണ്ടോ, കഴുത്തിൻ്റെ ഇവിടെ എന്തോരം കയറാവോ അത്രയും കയറ്റിയെടുക്കാം. അപ്പം താഴേക്ക് നമുക്ക് കുറച്ചും കൂടി തുണി. അപ്പോൾ ഇവിടെ കൂടി നോക്കണം കേട്ടോ. അത് നോക്കി നമ്മൾ ചെയ്യാവുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഇവിടുത്തെ വണ്ണത്തേക്കാൾ ഒരു ഇഞ്ച് ഇങ്ങോട്ട് കൂടുതൽ വേണം. നമ്മളിവിടെ ടക്കൊക്കെ അടിച്ച് പോകുന്നതായതുകൊണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം തുണി വയ്ക്കാനായിട്ട്. ഇത് ഞാൻ ക്രോസ് പീസ് അല്ല എടുക്കുന്നത്, നേരെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നേരെ തന്നെ വെക്കുവാണ്. ഇനി കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ആദ്യം അടയാളപ്പെടുത്തുന്നത്. ഞാൻ ഈ സൈഡിലത്തെ അളവ് ഞാൻ 3.25 എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഞാൻ 3.25 എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി കട്ടിങ് വെട്ടിയെടുക്കുമ്പോൾ ഇപ്പോൾ ഈ അടയാളപ്പെടുത്തിയതിനേക്കാളും 3/4 ഇഞ്ച് കൂട്ടി വേണം എടുക്കാനായിട്ട്. തയ്ച്ച് വരുമ്പോൾ ഉള്ള അളവാണ് ഞാൻ ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത്. പിന്നെ കൈക്കുഴിയൊക്കെ ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തുക. വെട്ടാൻ നേരത്ത് മാത്രം കുഴിച്ച് വെട്ടിയാൽ മതി. ഇവിടെ ഒരു 1 ഇഞ്ച് കൂട്ടിയിടണം. എന്നിട്ട് അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റാണ് ഇങ്ങോട്ട് വരയ്ക്കേണ്ടത്. കഴുത്തിൻ്റെ ഫ്രണ്ട് ഇറക്കം ഇത്രയും വരില്ല. അത് നമ്മൾ അതിൻ്റെ അളവ് കണക്കാക്കി ചെയ്യുക. ഇത്രയും ഞാൻ വരച്ച ശേഷം കാണിക്കാം. ഇത് ഫ്രണ്ട് പീസ്. അപ്പോൾ നമ്മളിവിടെ 3.25 ഇവിടെ 3.25 മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പിന്നെ നമ്മൾ ടക്കിൻ്റെ താഴ്ച എടുക്കുക. ഇതിൻ്റെ ടക്കിൻ്റെ താഴ്ച 10.5. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽത്തും പോവും. 1/2 ഇഞ്ചും കൂടി കൂട്ടി ഇവിടുന്ന് 11 മാർക്ക് ചെയ്യുന്ന താഴേക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 3.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കട്ടിങ്ങിൻ്റെ ഷോൾഡർ മുതൽ ബ്രസ്റ്റിൻ്റെ അടി വരെയുള്ള താഴ്ച, കട്ടിങ്ങിൻ്റെ ആ ഭാഗം വരുന്ന ഏകദേശം 13-14 വരില്ല, 13-13.5 നോർമലി വരുന്നത്. ഇതിപ്പോൾ ഒരു 13 ഞാൻ എടുത്തിരിക്കുന്നത്, 13.5 എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടി കൂട്ടി 14.5 വരും ഏകദേശം. അതിനൊരു കറക്റ്റ് അളവ് ഇനി ഞാൻ ഇടാറില്ല, ഏകദേശം ഒരു അളവൊക്കെയാണ് ഇടുന്നത്. ഇതിപ്പോൾ ഉണ്ട്, അത് 14.5 വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അളവെടുക്കുന്നത്. അത് നമ്മുടെ വണ്ണം അനുസരിച്ചാണ് കേട്ടോ. ചെറിയ പിള്ളേർക്കൊക്കെ ആകുമ്പോൾ ഏകദേശം 12. അത് നമ്മൾ അളവെടുക്കുമ്പോൾ ഷോൾഡർ മുതൽ കട്ടിങ് താഴ്ച വരെയുള്ള അളവും കൂടി എടുത്താൽ മതി. കഴുത്തിൻ്റെ ഇറക്കം 6.25 വേണ്ടത്. അതിന് ഞാൻ 7 ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ നിന്ന് ഇച്ചിരി കൂടി വൈഡായിട്ട് കൊടുക്കണം. കൈക്കുഴി ഈ ഭാഗം കൊണ്ട് ഒരു 3/4 ഇഞ്ച് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. പിന്നെ വണ്ണം നമ്മൾ ഇങ്ങനെയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് ബാക്ക് പീസിൻ്റെ പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ 3.25 ഇങ്ങനെ അങ്ങ് ഷേപ്പ് ചെയ്ത് 3.25 നമ്മൾ എടുക്കുന്നു. ടക്കിൻ്റെ ഇറക്കം 10.5. അപ്പോൾ 11 ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് ഒരു 2.25 എടുത്തിട്ട് പിന്നെ അവിടുന്ന് ടക്കിൻ്റെ അകലൊരു 3.5 എടുത്തിരിക്കുന്നത്.
ഈ അകലം നമ്മൾ കപ്പ് സൈസ് അനുസരിച്ചാണ് എടുക്കുന്നത്. 2, 2.5, 3, 3.5, 4 അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. അത് നമ്മുടെ കപ്പിൻ്റെ സൈസ് അനുസരിച്ചാണ് അളവ് കണക്കാക്കുന്നത്. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം ഞാൻ 4.5 എടുത്തിരിക്കുന്നത്. അത് 4 വരെയൊക്കെ 4, 4.25, 3.25 അങ്ങനെയൊക്കെയാണ്. അത് കപ്പ് സൈസ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ, ഞാൻ സാധാരണ ഇങ്ങനെ ഇട്ടിട്ടാണ് ടക്ക് മാർക്ക് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ ഞാൻ ആദ്യം ഇട്ട അളവനുസരിച്ച് വന്ന് നോക്കുമ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ ഇട്ട് രണ്ടാക്കി ഇട്ടിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 1.25 മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങനെ കറക്റ്റ് ഞാൻ അളവൊന്നും എടുക്കാറില്ല. ഞാനിങ്ങനെ ഏകദേശം പിടിച്ച് നോക്കിയൊരു ടക്കിന് പോയിൻ്റ് ഇടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. ഇനി ബാക്കി താഴേക്ക് വരുന്ന പീസ് നമുക്ക് രണ്ടാക്കി മടക്കിയിട്ടിട്ട് കൈക്ക് വേണ്ടിയിട്ട് അടയാളപ്പെടുത്താം. കൈനീളം 8 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 8ൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടി കൂട്ടി 9.5 എടുത്തിട്ടുണ്ട്. അതായത് 1 ഇഞ്ച് കൈക്ക് പടി മടക്കി അടിക്കാനും 1/2 ഇഞ്ച് കൂടി തയ്യൽത്തും കൂടി കൂട്ടിയിട്ട് കൈയുടെ വണ്ണം 10 ഇഞ്ചാണ്. അപ്പോൾ 5 ഇഞ്ച്, ഇവിടുന്ന് 5 ഇഞ്ച്, പിന്നെ തയ്യൽത്തുമ്പ് 1, 1.5 നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ തുണി ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടേക്കാണ്. അപ്പം നമ്മുടെ കൈക്കുഴിയുടെ മൊത്തം അളവ് 16 വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് നോർമലി 3.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കൈക്കുഴി 16 ആകുമ്പോൾ അതിൻ്റെ പകുതി 8 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് അളന്ന് നോക്കുക, ഇവിടെ വരെയാണ് 8 വരുന്നത്. അപ്പോൾ അവിടെ മുതലാണ് നമുക്ക് തയ്യൽത്തുമ്പ് വരേണ്ടത്. അങ്ങനെ കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം നമ്മൾ അളവെടുക്കുന്ന പോലെ ആയിരിക്കില്ല ഓരോരുത്തരുടെ ബോഡി. നമ്മൾ ഇട്ട് നോക്കി കഴിയുമ്പോഴേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ചിലരുടെ ബോഡി പെട്ടെന്ന് ഒതുങ്ങി വരുന്നതായിരിക്കും ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ, ചിലരുടേത് അത്ര ഒതുങ്ങില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ വരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ അന്നേരം അഡ്ജസ്റ്റ് ചെയ്താൽ മതി തയ്ച്ച്. ഇതിപ്പോൾ 8 ഇഞ്ച് ഇവിടെ വരെ എടുത്തുവെങ്കിലും ചിലപ്പോൾ ഇട്ട് കഴിയുമ്പോൾ ഇച്ചിരി വണ്ണം കൂടുതലും എല്ലാം കാണുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ വണ്ണമൊക്കെ കുറച്ച് കൊടുക്കേണ്ടി വരും. ചിലരുടെ നല്ല കറക്റ്റായിരിക്കും ഇട്ട് കഴിയുമ്പം. അത് ഓരോ ബോഡിയുടെ ടൈപ്പ് അനുസരിച്ചിരിക്കുമേ. കൈക്കുഴി നമുക്ക് ഈ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് കുഴിച്ച് അടയാളപ്പെടുത്താം. അതിന് ശേഷം നിവർത്തിയിട്ടിട്ട് ഇത് ഇപ്പോൾ 2 പീസ്, ഈ 2 പീസും കൂടെ ഒന്നിച്ച് വേണം കുഴിച്ച് വെട്ടിയെടുക്കാനായിട്ട്. ബാക്കി വരുന്ന പീസിൽ നിന്ന് നമ്മൾ കട്ടിങ് വെട്ടണം. ഇതുപോലൊരു പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് തികയാൻ നോക്കാം. ബാക്ക് പീസ് എടുത്തിട്ടാണ് നമ്മൾ അളവ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ചെരിഞ്ഞ് വന്നിരിക്കുന്നത് നമ്മൾ ഫ്രണ്ടിലേക്കുള്ള ബാക്ക് പീസ് കട്ടിങ്ങിന് നമ്മൾ ഒരിടത്ത് 3.25 ഒരിടത്ത് 3.25 കൊടുത്തത്. അപ്പോൾ 3.25ൻ്റെ കൂടെ 3/4 ഇഞ്ചും കൂടി കൂട്ടുമ്പോൾ 4 ഇഞ്ച്. അപ്പോൾ ഇവിടെ ചെരിഞ്ഞ് വശമായിട്ട് ഇവിടെ നമുക്ക് ഫ്രണ്ടായിട്ട് കിട്ടും. ഇവിടെ 4 ഇഞ്ച് കിട്ടും. ഇവിടെ മറ്റേ 3.25ൻ്റെ കൂടെ 4.5 കൂടി കിട്ടും, 3/4 കൂട്ടിയിട്ട്. അപ്പോൾ അതിന് അളവെടുക്കേണ്ടത് നമ്മൾ ഈ ബാക്ക് പീസിൻ്റെ കറക്റ്റ് അളവിലാണ് നമ്മൾ കട്ടിങ് വെട്ടേണ്ടത്. ഇതിങ്ങനെ ഇടുന്നു. ഇതിൻ്റെ വണ്ണം ഇതിപ്പോൾ ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെയും കറക്റ്റാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇച്ചിരി കുറവുണ്ട്. അത് സാരമില്ല, നമ്മൾ ഏതായാലും തയ്യൽ തുമ്പിൽ പോകുന്നതല്ലേ. അതുകൊണ്ട് ഈ പീസിൽ നിന്ന് തന്നെ നമുക്കങ്ങനെ കട്ടിങ് വെട്ടിയെടുക്കാം. ഇവിടുന്ന് 4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 4.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ സെൻറ്റർ ഭാഗത്തേക്ക് 4.5 എടുത്തിട്ട് അവിടുന്ന് 1 ഇഞ്ച് താഴ്ത്തിയാണ് നമ്മൾ ഷേപ്പ് വരുന്നത്. അങ്ങനെ ഷേപ്പ് ചെയ്താണ് വെട്ടുന്നത്. കട്ടിങ് ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രണ്ട് പീസിലേക്ക് ഉള്ള ഭാഗം നമുക്കൊന്ന് ടെക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ 3 പീസ് വേണം. ഇനി 3 പീസ് കിട്ടുന്നില്ലെങ്കിൽ 1 പീസും കൂടി എടുത്തിട്ട് ഒരു പടിക്കായിട്ടൊരു കഷ്ണം എടുത്താൽ മതി, ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട്. അങ്ങനെ എടുത്താൽ മതി. ഇതിപ്പം ലൈനിങ്ങിലാണല്ലോ, നമ്മൾ നല്ല തുണിയിലോട്ട് കിട്ടുമ്പോൾ അതിനുള്ള 1 പീസ് കൂടി കിട്ടും. പിന്നെ നമ്മുടെ ആ തുണി അനുസരിച്ച് എടുത്താൽ മതി. നമ്മൾ നല്ല പീസിലേക്ക് ലൈനിങ് വെട്ടിയത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് വെക്കണം. എന്നിട്ട് ആ കഴുത്തിൻ്റെ അകലവും ഒക്കെ നമ്മൾ ആദ്യം ഇതിന് വെട്ടിയ അകലം തന്നെയാണോ എന്ന് നോക്കണം. ഷോൾഡറും ഒക്കെ കറക്റ്റാക്കി വെച്ചിട്ട് വേണം വെട്ടാനായിട്ട്. വണ്ണത്തിൻ്റെ അവിടെ നമുക്കൊരു ഇച്ചിരി കൂടെ ഒക്കെ കൂട്ടി വെട്ടാം, താഴേക്കും ഇച്ചിരി കൂടെ കൂട്ടി വെട്ടാവേ. കാരണം നമ്മൾ ചേർത്തടിച്ച് ശേഷം നമ്മൾ ബാക്കി തേൽത്തുമ്പോൾ വെട്ടിക്കളഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഫ്രണ്ട് പീസിനും പിന്നെ കഴുത്തല്ല അങ്ങനെയൊന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഫോൾഡ് ചെയ്ത വശമല്ലല്ലോ.
ഈ വശം കൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കുന്നത്. അപ്പോൾ അതും എല്ലായിടവും നമ്മൾ ഒരു ഇച്ചിരി കൂട്ടി വെട്ടിയാലും കുഴപ്പമില്ല, കാരണം കോട്ടൻ്റെ തുണി അല്ലാത്തത് കൊണ്ട്. അതിന് ശേഷം നമ്മൾ കൂട്ടി അടിച്ച ശേഷം വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ട് നോക്കാം, അപ്പം തികയോ നോക്കാം. ഇത് ഞാൻ എടുക്കുന്ന രീതിയാണിത്. പലരും പല രീതിയിലാണ് ബ്ലൗസ് വെട്ടുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ.